ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. പോപ്പുലേഷൻ ഡേ ആണ്, വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. ജനസംഖ്യ ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് അത്രമാത്രം ഭൂമിക്ക് വികസിക്കാനാകില്ല. അവിടെയാണ് പ്രതിസന്ധി വരുന്നത്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 3 ഭാഗവും വെള്ളമാണ്, 1 ഭാഗമാണ് കര. അതിൽ തന്നെ നല്ലൊരു ഭാഗം മനുഷ്യവാസ യോഗ്യമല്ല. അങ്ങനെയുള്ള കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇനിയും ജനങ്ങളെ നമുക്ക് പാർപ്പിക്കേണ്ടത്. 800 കോടി ജനങ്ങൾ തന്നെ ഇപ്പോൾ നമ്മുടെ കൈവശം ഉണ്ട്. 800 കോടി ഉണ്ട് ലോകത്ത്. അത് ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ 830 കോടിയിലോട്ട് കയറുകയും ഇപ്പോൾ നമ്മൾ 126 കോടി നമുക്കുണ്ട്. നമുക്ക് ഇന്ത്യക്ക് 146 കോടിയുണ്ട്. കാരണം ചൈനയുടെ മുന്നിലെത്തി. ചൈന 141 കോടിയുള്ളൂ, നമ്മളിപ്പോൾ മുമ്പിലെത്തി. ഇപ്പോൾ 2050 ഒക്കെ ആകുമ്പോൾ ഒരു 970 കോടി, അല്ലെങ്കിൽ 2060, 61 ആകുമ്പോൾ 1000 കോടി ജനങ്ങൾ ലോകത്താകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ഈ ജനസംഖ്യയുടെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ലോക ജനസംഖ്യയുടെ ഒരു 18% ഇന്ത്യയും ചൈനയും കൂടി വരും എന്ന് പറഞ്ഞാൽ 2 രാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജനസംഖ്യ ആയി കഴിയും. ഒരു 150 കോടി ജനങ്ങൾ 2055 ആകുമ്പോഴാവുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ് വളർച്ചയെങ്കിൽ പിന്നെ ഒരു 170 കോടി ജനങ്ങളായി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും വളർച്ച കൂടുന്നതിന് അനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കുറയും, ജനസംഖ്യ കുറയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ UN പോപ്പുലേഷൻ ഫണ്ടിൻ്റെ തിയറി അനുസരിച്ച് പറയുന്നത് 2070 പിന്നെ അങ്ങോട്ടൊരു പോപ്പുലേഷൻ ഗ്രോത്ത് കുറയും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് നന്നായി വിദ്യാഭ്യാസം കിട്ടുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, അവർ അപ്പോൾ പലരും കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ താമസിച്ച് കല്യാണം കഴിക്കുന്നു. 5, 6 കുട്ടികളെ പ്രസവിച്ചു കൊണ്ടുവന്ന സ്ത്രീകൾ 2 കുട്ടികളിലേക്കും 1 കുട്ടികളിലേക്കും വരുന്നു. കുട്ടികൾ വേണ്ട എന്നുള്ള ദമ്പതികൾ തീരുമാനിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. TFR എന്ന് പറഞ്ഞാൽ ഈ പ്രസവ റേറ്റ്, പ്രത്യുൽപാദന നിരക്കിനെയാണ് TFR റേറ്റ് എന്ന് പറഞ്ഞത്. അത് 5 ആയിരുന്നത് 1.6 കുറയുമെന്നുള്ളതാണ് ഒരു കണക്ക്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 1.5 നിൽക്കുന്നത്. 1.5 താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യുൽപാദന നിരക്ക് വളരെ കുറവും. അതേസമയം 2070 ആകുമ്പോൾ ചൈനയുടെ പ്രത്യുൽപാദന നിരക്ക് വളരെ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചൈന 150 കോടിക്കോ അല്ലെങ്കിൽ 140 കോടിക്കോ 100 കോടിക്കോ ഒക്കെ താഴെ ജനസംഖ്യ ആയാലും കുഴപ്പമില്ല. കാരണം ഒരുപാട് ആളുകൾ മരിച്ചു പോകും, പിന്നെ പുതിയ ആളുകൾ വരാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനസംഖ്യയിൽ വലിയ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രതിസന്ധി അതല്ല. പുതിയ കുഞ്ഞുങ്ങൾ വരാതിരിക്കുമ്പോൾ വൃദ്ധന്മാരുടെ ഒരു നാടായി കേരളവും ഭാരതവും ഒക്കെ മാറുമോ, ചൈനയും ഒക്കെ? അവിടെയാണ് പ്രതിസന്ധി. കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും ചലനം എന്ന് പറയുന്നത്, ഡൈനാമിസം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. യൂത്തിനെ കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ യൂത്തുകളുടെ എണ്ണം, പുതിയ കുട്ടികൾ വരാത്തതുകൊണ്ട് യൂത്തിൻ്റെ എണ്ണം കുറയുകയും പിന്നെ സീനിയർ സിറ്റിസൺസ്, വയസ്സായ വെറ്ററൻസ് ഇവിടെ കൂടുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ആഘാതം എന്ന് പറയുന്നത്, സാമൂഹ്യ പ്രതിസന്ധി വളരെ വലുതായിരിക്കും. എന്തായാലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെയാണ്. ലോകത്തെയും അങ്ങനെ കാത്തിരിക്കുന്നു. ഇന്നത്തെ 800 കോടി അടുത്ത ഒരു 10-20 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 10-30 വർഷം കൊണ്ട് വീണ്ടും 200 കോടി, 800 എന്നുള്ളത് 200 കോടി കൂടുമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ ഒരു 100 കോടി എടുക്കാൻ ഒരു 10, 200, 300 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത 100 കോടി എടുത്താൽ വർഷം കുറച്ച് മതി. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ 830 കോടിയിലേക്ക് ലോകം ഇപ്പോൾ എത്തിയത്. എന്തായാലും വളരെ വലിയ 800 കോടിയിലേക്ക് എത്തിയത്. വളരെ വലിയ രീതിയിലാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് അതിനെ 2 രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഒന്ന്, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ എങ്ങനെ ക്രിയേറ്റീവായി നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്. അപ്പോൾ നമ്മളുടെ പെൻഷൻ സംവിധാനമൊക്കെ മാറേണ്ടി വരും. പെൻഷൻ പ്രായം മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. 56 വയസ്സിലോ 60 വയസ്സിലോ പെൻഷൻ പറ്റുന്നവരുടെ സേവനം മറ്റേതെല്ലാം തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഓണറേറിയം കൊടുക്കാതെയോ കൊടുത്തോ, അല്ലെങ്കിൽ പൊസിഷൻ കൊടുത്തോ എങ്ങനെയൊക്കെ നമുക്ക് വെറ്ററൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ സേവനം കൂടി സമൂഹം പ്രയോജനപ്പെടുത്തും. അത് കർഷകരായാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും ചീഫ് സെക്രട്ടറി ആയാലും ആരായാലും അവരുടെയൊക്കെ സേവനം, പ്രായം ഉള്ളവരുടെ ഉണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ അവരുടെ സേവനം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു വലിയ വെല്ലുവിളി നമ്മുടെക്കുണ്ട്. അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുമായി അവർ വീടുകളിൽ കഴിയുകയും പിന്നെ അത് വേറെ പ്രതിസന്ധികളിലേക്ക് പോവുകയും ചെയ്യും. എങ്ങനെയാണ് ഇതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.